നിയാസേ, എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? കുഴപ്പമില്ല, സുഖമായിട്ട് പോകുന്നു ചേട്ടാ. നിയാസേ, വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട്, ഞാനും കാണുന്നുണ്ട്, എൻ്റെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട്. കാണുന്നുണ്ട്. നമ്മള് സുഹൃത്തുക്കളാന്നുള്ള കാര്യം പല ആൾക്കാർക്കും അറിയത്തില്ല. അറിയില്ല. എല്ലാവരും പറയുന്നത് നമ്മള് തമ്മിലൊരു മത്സരം നടക്കുന്നുണ്ടെന്നാണ് ഞാൻ വർക്ക് ചെയ്യുന്ന സ്റ്റോറി പറയുന്നത് എല്ലാവരും. പക്ഷേ നമ്മൾ നല്ല സുഹൃത്തുക്കളാണെന്നുള്ള കാര്യം ആർക്കും ആർക്കും അറിയില്ല. അറിയത്തില്ല. അപ്പൊ നമ്മുടെ നാട് നമ്മുടെ കവിയൂരായതുകൊണ്ട് തന്നെ നമുക്ക് കവിയൂരെ കുറെ കാര്യങ്ങൾ നമുക്ക് ആൾക്കാരോട് പറയാനുണ്ട്, പുറം ലോകമായിട്ട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അതെ, നിയാസിന്റെ അഭിപ്രായം എന്താ? നല്ല അഭിപ്രായം. കാരണം വെച്ചാൽ നമ്മള് ഇപ്പം രഞ്ജിച്ചേട്ടനെ കഴിഞ്ഞ ആഴ്ച മൊത്തം പുഷ്പമേളയ്ക്ക് പോയി വീഡിയോ എല്ലാം എടുത്തു, അല്ലാതുള്ള വീഡിയോസ് പോയി എടുത്തു. അപ്പം നമ്മൾ ഇതുവരെ നമ്മുടെ മുറ്റത്ത് കിടക്കുന്ന അത്ഭുതത്തെ പറ്റി നമ്മൾ ഇതുവരെ നാട്ടുകാരിലോട്ട് എത്തിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഇതുകൊണ്ട് ആ കാണുന്ന ഞങ്ങളുടെ കവിയിലെ അത്ഭുതം എന്ന് ഞങ്ങൾ പറയും തൃക്കക്കുടി ഗുഹാക്ഷേത്രം. ഞങ്ങൾ കവിയൂർ അറിയപ്പെടുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കവിയൂർ പൊന്നമ്മയുടെ പേരിൽ, പൊന്നമ്മ ചേച്ചിയുടെ പേരിൽ, കവിയൂർ രേണുക ചേച്ചിയുടെ പേരിൽ, കവിയൂർ രേവമ്മ ചേച്ചിയുടെ പേരിൽ, അതുപോലെ ഞങ്ങളുടെ കവിയൂരിന്റെ അഭിമാനമായ സിദ്ധാർത്ഥ ശിവയുടെ പേരിൽ, ഞങ്ങളുടെ സുഹൃത്ത് ശിവപ്രസാദ് സാറിന്റെ പേരിലൊക്കെയാണ്. അപ്പം ഇതെല്ലാം കൂടാതെ ഞങ്ങൾക്ക് അഭിമാനിക്കാവുന്ന വേറൊരു സംഭവമാണ് ഈ പുറകിൽ കാണുന്ന ഞങ്ങളുടെ തൃക്കക്കുടി ഗുഹാക്ഷേത്രം. അപ്പം നമുക്ക് അടുത്ത ഒരു വീഡിയോ അതിനെ പറ്റി ആയല്ലോ. തീർച്ചയായിട്ടും നമുക്ക് അങ്ങോട്ട് പോവാം. ഹായ് ഫ്രണ്ട്സ്, ഡെന്നീസ് ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് കവിയൂർ തൃക്കക്കുടി പാറയിലാണ്. ഗുഹാക്ഷേത്രം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ കാഴ്ചകളൊന്ന് കണ്ടുവരാം. പടവുകളൊക്കെ കയറി കേരള സർക്കാരിൻ്റെ പുരാവസ്തു വകുപ്പിൽപ്പെട്ടതാണ് ഈ പാറ. ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഇപ്പോൾ കയറുന്നത്. കല്ലുകളാൽ തീർത്തേക്കുന്ന ഒരു വാതിലാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ഇവിടെ പൂജാ സമയം 6 മുതൽ 9 AM വരെയാണ്. ഇവിടെ നമുക്ക് പാറയ്ക്കകത്ത് ഒരു ക്ഷേത്രം കാണാൻ പറ്റും. ഇതിൻ്റെ മുമ്പിൽ ഒരു കൽവിളക്ക്, ഇതിൻ്റെ ഒക്കെ ഇപ്പം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. നമുക്കിവിടെ നിന്നാണ് അകത്ത് പൂജ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇവിടുത്തെ ആൽത്തറ, അമ്പലത്തിൻ്റെ അകത്ത് തന്നെയുള്ള ആൽത്തറയാണ്. ഇതിനോട് ചേർന്ന് തന്നെ നമുക്കിവിടെ ഒരു കുളമുണ്ട്. കുളമൊക്കെ ഇപ്പം കരിയില വന്ന് മൂടിക്കിടക്കുകയാണ്. ഇപ്പോൾ ഓണക്കാലം ആയതുകൊണ്ട് വെള്ളമൊന്നുമില്ല, എന്നാലും ഇങ്ങനെ മൂടിക്കിടക്കുകയാണ്. ഇതിൻ്റെ 2 സൈഡിലും പാറയാണ്. അമ്പലത്തിൻ്റെ അകത്തൂടെ പറയപ്പെടുന്നത്, ഇതിൻ്റെ അകത്തൂടെ ഒരു വഴി കവിയൂരമ്പലത്തിലേക്ക് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ശില്പങ്ങളൊക്കെ, കല്ലിൽ തീർത്ത ശില്പങ്ങളൊക്കെ അകത്ത് കൊത്തിവെച്ചിട്ടുണ്ട്. കവിയൂരിലെ പാണ്ഡവപ്പാറ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പാണ്ഡവന്മാരുടെ കാലത്ത് പണിതാണ്, അവര് ഒളിച്ചു താമസിച്ചിരുന്ന സ്ഥലങ്ങളാണ് എന്ന് പറയുന്നത്. തീർത്ത ഗണപതിയുടെ പ്രതിമയൊക്കെ ഇവിടെ തന്നെ കൊത്തിവെച്ചിട്ടുണ്ട്. നല്ല പ്രകൃതി സൗന്ദര്യമുള്ള ഒരു സ്ഥലം കൂടിയാണ്. ആൾക്കാരൊക്കെ ഇപ്പം ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ശരിക്കും മുഴുവൻ ഏരിയയും കാണാൻ പറ്റും. ആ വീഡിയോസ് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഈ സ്ഥലം വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ കവിയൂർ എന്ന സ്ഥലമാണ്. കവിയൂർ എന്ന NSS സ്കൂളിൻ്റെ അവിടെ കുന്നന്താനമാണ് ഗുഹാക്ഷേത്രം ഉള്ളത്. അത്യാവശ്യം നല്ല പടവുകൾ തന്നെയാണ് ഇവിടെ. നേരത്തെ ഇത്രയും പടവുകളൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ പടവുകളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട് ഗവൺമെൻറ്. ഇവിടെ നല്ല രീതിയിൽ തന്നെയാണ് ആൾക്കാരെ ഇവിടെ വന്ന് കാണാൻ. ഇപ്പോൾ ഒരുപാട് പേര്, ഇപ്പോൾ KSRTCയുടെ സർവീസ് തന്നെ ഇവിടെ നടത്തുന്നുണ്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി. ഇപ്പം ഒത്തിരി ആൾക്കാർ ഇപ്പോൾ വരുന്നത്. നേരത്തെ ഇവിടെയൊക്കെ കല്ലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ ഇപ്പം ഒരുപാട് മാറ്റങ്ങളായിട്ടുണ്ട്. പണ്ട് ഞങ്ങൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഇതിൻ്റെ അകത്തോടെ ഞങ്ങൾ പാറയുടെ മണ്ടയ്ക്ക് കയറുമായിരുന്നു, ഈ സൈഡിൽ കൂടെ. ഇപ്പം കയറാനായിട്ട് ബുദ്ധിമുട്ടാണ്, തടിയൊന്നും ഇല്ലാത്തതുകൊണ്ട്. അന്നേരമൊക്കെ ഇതിൻ്റെ മണ്ടയ്ക്കൂടെ ഞങ്ങൾ വലിഞ്ഞ് കയറുമായിരുന്നു.
അപ്പോൾ ഈ പാറയുടെ വിശേഷങ്ങളൊക്കെ ഒരുപാടുണ്ട്. നമുക്കിതിൻ്റെ മണ്ടയ്ക്ക് നിന്ന് നമുക്കിവിടെ മുഴുവൻ കാണാം. പ്രകൃതി സൗന്ദര്യവും പുഞ്ചപ്പാടങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതെല്ലാം നമുക്ക് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഇന്ന് നിയാസ് ഉണ്ട്. നിയാസ് എൻ്റെ വലിയൊരു ഫ്രണ്ടാണ്. നമ്മുടെ ഗുഹാക്ഷേത്രത്തിൻ്റെ സമീപവാസിയും കൂടെയാണ്. എന്നെക്കാളും കൂടുതൽ വ്യക്തമായിട്ട് അറിയാവുന്ന നിയാസ് കൈ. നിയാസ് പറയൂ, എങ്ങനെയാണ് നമ്മുടെ ഈ പാറയുടെ ചരിത്രമൊക്കെ എന്താണ്? ചരിത്രം എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കുറച്ച് കഥകളാണ്. എനിക്ക് കഥയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തില്ല. അപ്പം ഞാൻ പണ്ട് മുതലേ കഥകളൊക്കെ ഇങ്ങനെ ഇഷ്ടമുള്ള കൂട്ടത്തിലായതുകൊണ്ട് പണ്ട് അറിഞ്ഞു വെച്ച കാര്യങ്ങളാണ്. പണ്ട് ഒരു 3-4 വർഷം മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇതിനെപ്പറ്റി ചെയ്തായിരുന്നു. ഇത് പാണ്ഡവർ വനവാസ കാലത്ത് വന്ന് താമസിച്ചു എന്നുള്ളൊരു ഐതിഹ്യമാണ് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഇപ്പം നമ്മുടെ ഇവിടെ ഈ പാറയോട് ചേർന്ന് കിടക്കുന്ന ഗുഹാക്ഷേത്രമുണ്ട്. ഗുഹാക്ഷേത്രം എന്ന് പറയുന്നത് ഒരു രാത്രി കൊണ്ട് പണി കഴിപ്പിക്കണം എന്നായിരുന്നു ഐതിഹ്യം. അപ്പം അപ്പുറത്ത് നമ്മുടെ കവീരമ്പലം ഈ അമ്പലം ഉള്ളത് കൊണ്ട് കവീരമ്പലത്തിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ട് ഒരു രാത്രി പണി കഴിയിപ്പിക്കണം എന്നുള്ളത് കൊണ്ടും ഭൂതഗണങ്ങളെ വന്ന് പണിതുകൊണ്ടിരിക്കുമ്പം ഹനുമാൻ കോഴിയായിട്ട് വന്ന് കൂവി നേരം വെളുത്തു വന്ന് കരുതി പണി ഉപേക്ഷിച്ച് പോയെന്നാണ് ഐതിഹ്യം. അതാണ് അങ്ങനെ പണി അങ്ങനെ ഇൻകംപ്ലീറ്റ് ആയിട്ട് കിടക്കുന്നത്. ഈ പാണ്ഡവന്മാരെ പറ്റി പാണ്ഡവൻ പാറ എന്നാണ് പറയുന്നത്. പക്ഷേ തൃക്കക്കുടി എന്നാണ് ശരിക്കും നമ്മുടെ ഈ പാറയ്ക്ക് പറഞ്ഞ പേര്. പാറ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണോ? തൃക്കക്കുടി പാറ എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി കൂടുതൽ ഗ്രാഹ്യമില്ല. അപ്പോൾ നമ്മുടെ കാലം പ്രായമുള്ള ആൾക്കാർക്ക് അതിനെപ്പറ്റി കൂടുതൽ പറയാനായി. എന്തായാലും നമ്മുടെ കാണുന്ന പ്രേക്ഷകർ അഭിപ്രായം പറയട്ടെ. അറിയാവുന്ന കുറച്ചുകൂടെ ഒത്തിരി കാലങ്ങളായിട്ട് ആൾക്കാരും പഴയ ചരിത്രമൊക്കെ അറിയാവുന്ന ഒരുപാട് പേര് കാണും. കാരണം ഞാൻ കഴിഞ്ഞ വർഷം ഒരു 3-4 വർഷം മുമ്പ് എന്നെ കൊണ്ട് ഒരു വീഡിയോ കൂട്ടാനൊന്നും എടുപ്പിച്ചപ്പോൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ഒരാൾ കമന്റ് ഇട്ടു, വേറെ എനിക്കറിയാവുന്നേക്കാളും കൂടുതൽ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് ഇട്ടു. അപ്പം ഞാൻ പറഞ്ഞു ഞാനൊരു മുസ്ലിമാണ്, ഞാൻ ഇതിനെപ്പറ്റി എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാനൊരു മുസ്ലിമായ ഞാൻ ഇത്രയും പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് കഥയോടുള്ള താല്പര്യം കൊണ്ടും അല്ലെങ്കിൽ ഐതിഹ്യത്തോടൊക്കെ ഉള്ളൊരു താല്പര്യം കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞു നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകർ പറയട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പേര് തൃക്കക്കുടി ഗുഹാക്ഷേത്രം എന്നാണ് പറയുന്നത്. അത് പുരാവസ്തു വകുപ്പിൻ്റെയും ഒക്കെയുള്ള ഇതിലാണ് കിടക്കുന്നത്. പിന്നെ ഇപ്പൊ നേരത്തെ ഞാൻ ഓർക്കും നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇതിന്റെ അകത്തൊക്കെ കയറാനൊക്കെ ബുദ്ധിമുട്ടും ഇപ്പം അവിടെ സ്റ്റെപ്പും കൈവരിയും ഒക്കെ നല്ല രീതിയിലുണ്ട്. നമ്മൾ ഇതിലെ കൂടെ ഇങ്ങനെ കയറി പോയി കാണുന്ന വഴി കൂടെ കയറി പോയി വണ്ടി വരണമെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് കണിയാമ്പാറ ജംഗ്ഷനിൽ നിന്ന് വണ്ടി കയറി പാറയുടെ മുകളിലെത്താൻ കയറാൻ പറ്റും. പിന്നെ ഇപ്പൊ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ശരിക്കും നമ്മുടെ നാട്ടുകാരെ ഉദ്ദേശിച്ച് നമ്മൾ ചെയ്യുന്നതല്ല. നമ്മൾ ഈ മറ്റുള്ള ഇത് ഷെയർ ചെയ്ത് പോവുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് സ്ഥലത്ത് എത്തിക്കാനും കൂടിയൊക്കെയാണ്. ഞങ്ങൾക്ക് നമ്മുടെ സ്ഥലത്തെ പറ്റി അറിയാം. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറഞ്ഞത് നമുക്ക് ഇപ്പം ഇവരൊക്കെ ഏറ്റെടുത്തുകൊണ്ടാണ് നമുക്കിപ്പോ ഇത്രയും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഗുഹാക്ഷേത്രം നമ്മളെ തീർത്ഥാടന യാത്ര സീസൺ ടൈമിൽ വണ്ടി വരും. KSRTCയുടെ സർവീസ് ഇവിടെ വരുന്നുണ്ട്. ഡെയിലി ഉണ്ടോ? ഇല്ല, അവിടെ ഒരു സീസൺ ടൈമിൽ ഒരു ഞായറാഴ്ച ദിവസങ്ങളിൽ തീർത്ഥാടന യാത്രയായിട്ടും ഉല്ലാസ യാത്രയായിട്ടൊക്കെ വണ്ടി വരുന്നുണ്ട്. ഇനി മറ്റൊരു വീഡിയോയുമായി കാണും. സൈനിങ് ഓഫ് ബൈ ഡെനിസ് ഇപ്പൻ.